ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലേ. എനിക്കും ഉണ്ട് ഇതേപോലെയുള്ള കുറേ നല്ല സുഹൃത്തുക്കൾ. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ആ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളത്? നമ്മൾ വിശ്വസിക്കും നമ്മുടെ കൂടെ ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഒരിക്കലും ആ ഒരു ചിന്ത നമ്മൾ മനസ്സിൽ നിന്ന് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളൊന്ന് നോക്കിയാൽ മതി ഏത് സുഹൃത്താണ് നമ്മളെ കൂടെ ഉണ്ടാകുന്നുള്ളത്. ആ സുഹൃത്ത് മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഇടയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ പഠിക്കുന്ന സമയം മുതൽ എൻ്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, സ്കൂളിൽ വിട്ട് വന്നാൽ രാത്രി ആകുമ്പോഴത്തേക്ക് തുടങ്ങും ഓരോരാൾ വിളിക്കാൻ വേണ്ടിയിട്ട് തന്നെ. സ്കൂളിൽ നിന്ന് കണ്ടവരായിരിക്കും, പക്ഷെ എന്നാലും അവർ രാത്രിയാകുമ്പോൾ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. അപ്പോൾ ഉമ്മ പറയും, സ്കൂളിൽ നിന്ന് കണ്ടത് പോരെ, ഇവിടെ പുറക്കെത്തിയാലെങ്കിലും ഈ വർത്തമാനം നിർത്തിക്കൂടെ, അല്ലെങ്കിൽ നാളെ രാവിലെ ഉറങ്ങണിച്ച് സ്കൂളിൽ പോയപ്പാട് നീ അവരെല്ലാം കാണുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഉമ്മ. പക്ഷെ അന്ന് മുതൽ ഞാൻ കീപ്പ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലുള്ള സുഹൃത്തുക്കളെ പറ്റിയാണ് കേട്ടോ ഞാനീ പറയുന്നത്. ഞാനിവിടെ സെറ്റിലായതിനു ശേഷം പുറക്ക് പോയാൽ ശരിക്കും പറഞ്ഞാൽ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമായിരിക്കും. ഞാനിവിടുന്ന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കണക്കൂട്ടും, ആരൊക്കെ കാണണം, ആരോടൊക്കെ സംസാരിക്കണം എന്നൊക്കെ. പക്ഷേ അവിടെ എത്തിയാൽ ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് അവരൊക്കെ എന്നെ കാണാൻ വേണ്ടി എൻ്റെ പുരക്കേക്ക് എത്തും. കുറച്ച് പേരുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഫമീന, റഷീദ, നാസിം, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഇടയിൽ. നാട്ടിലെത്തിയാൽ സ്നേഹം കൊണ്ട് പൊതിയുന്ന കുറച്ച് കൂട്ടുകാർ, നമ്മുടെ ഓരോ കാര്യങ്ങൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നവർ. ഞാൻ ഇവിടെ ആണെങ്കിൽ പോലും മെസ്സേജ് അയച്ചും ഫോൺ വിളിച്ചിട്ടും ഒക്കെ കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. എന്നാലും കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ തന്നെ ഒരു ഇതാണ്, അത് ഒരു സന്തോഷമാണ്. അവർക്കുണ്ടാകുന്ന ആ സ്നേഹം അത് ഒരു വാക്കിലൊന്നും പറഞ്ഞാൽ തീരില്ല. പിന്നെ മറ്റ് ചില സുഹൃത്തുക്കളുണ്ട് എൻ്റെ ഇടയിൽ, എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എൻ്റെ കൂടെ രാവും പകൽ കുറച്ച് പേര്. അതിലൊന്നാണ് ഞാൻ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായ ലസിത എന്ന് പറഞ്ഞ്. വൈകിയാണ് അവളെ കണ്ടുമുട്ടിയത്. ആൾ നല്ല ബോൾഡാണ്. ശരിക്കും പറഞ്ഞാൽ അവളോട് ഓരോ കാര്യം പറയുന്ന സമയത്തും എനിക്ക് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. ഈ വീഡിയോ അവൾ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളല്ല, മനസ്സിൽ നിന്ന് അറിഞ്ഞു വരുന്ന വാക്കുകളാണ്. ഞാൻ ഏത് സമയത്ത് വിളിച്ചാലും ആ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഓൾ തരുമായിരുന്നു. എൻ്റെ മണ്ടത്തരങ്ങളാകട്ടെ, എൻ്റെ സംശയങ്ങളാകട്ടെ, എല്ലാത്തിനും ഓൾ അതിൻ്റേതായ ഒരു സൊല്യൂഷൻ ഓൾ തരുമായിരുന്നു. അങ്ങനെ കൂടെ ചേർക്കാൻ വേണ്ടി കിട്ടിയ നല്ലൊരു സുഹൃത്ത് തന്നെയാണ് അവൾ. എന്ത് കാര്യത്തിനും നമുക്ക് അത്രയും എന്താ പറയണ്ട്, താല്പര്യത്തോടെ അല്ലെങ്കിൽ അത്രയും ഇഷ്ടത്തോടെ വിളിക്കാൻ വേണ്ടി കിട്ടിയ ഒരാളാണ് ഓള്. നമ്മളെന്ത് കാര്യങ്ങൾ പറഞ്ഞാലും നമ്മളത്രയും ബോൾഡാക്കും, അത്രയും നമുക്ക് ഒരു കോൺഫിഡൻസ് തരും. അപ്പം അങ്ങനെയുള്ള നല്ലൊരു സുഹൃത്താണ് ഓള്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ സൗഹൃദങ്ങൾ എനിക്ക് പറ്റിയ കുറച്ച് പിഴവെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പേര് ഞാൻ ഏതായാലും പറയുന്നില്ല. ആ സുഹൃത്തിനൊരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നു. അപ്പം ആ സമയത്ത് എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ മുഖേന മറ്റ് സുഹൃത്തുക്കളോട്, എൻ്റെ ഇടയിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞ് ഓളെ ഞാൻ ഹെൽപ്പ് ചെയ്തു. ആ കിട്ടിയ ബന്ധം മാത്രം. പക്ഷെ അന്ന് ആ പൈസ ഓൾക്ക് കിട്ടുന്ന സമയത്ത് അത്രയും എന്താ പറയണ്ട്, ഉപകാരമായിരുന്നു. ആ സമയത്ത് തന്നെ വിളിച്ചിട്ട് എന്താ പറയണ്ട്, അത്രയും കരഞ്ഞുകൊണ്ടൊക്കെ ഓള് അത് ആ ഒരു ഇത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് പ്രകടിപ്പിച്ച ബന്ധം ഇന്ന് ഈ നിമിഷം വരെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഈ കാര്യം ഓൾക്ക് വേണ്ടി ചെയ്യുന്ന സമയത്തും എന്നോട് കുറേ സുഹൃത്തുക്കൾ, നേരത്തെ ഞാൻ ഈ പറഞ്ഞ സുഹൃത്തടക്കം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ നീ ചെയ്യണ്ട, എന്തിനാ ചെയ്യുന്നത്, നമുക്കുള്ളത് വെച്ച് നമുക്ക് കൊടുക്കാം, അല്ലാണ്ട് നീ നിൻ്റെ ഇടയിലുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞ് അവളങ്ങനെ ഹെൽപ്പ് ചെയ്യണ്ട,
അതിനെക്കൊണ്ട് വലിയ നേട്ടം ഉണ്ടായില്ല, കിട്ടുമ്പോൾ മാത്രമുള്ള സ്നേഹം മാത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ വിചാരിച്ച് ഓൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് നാളെ എനിക്കും വന്നുവിടുകയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം പറയുമ്പോൾ അത്രയും ഉള്ളിൽ സങ്കടമുണ്ട്, ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് ഓടുന്നുണ്ട്. പക്ഷെ സാരമില്ല, കാരണം നമ്മളെ മനസ്സിലാക്കുന്ന 100-ൽ ഒരാൾ പോയാൽ അതിൽ 99 ആളും എന്നെ ചേർത്ത് പിടിക്കുന്നവർ തന്നെയാണ്. എനിക്കത് മതി. പിന്നെ ഞാൻ വർക്ക് ചെയ്തെടുത്താണെങ്കിൽ പോലും എല്ലാവരുമായിട്ടും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയും നല്ല സ്നേഹത്തിലാണ് നമ്മളെ മനസ്സിലാക്കി നമ്മളെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z പറയാൻ വേണ്ടി പറ്റുന്ന കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സുഹൃത്ത്. കാരണം ഓളോട് ഞാൻ പറയാത്ത, എൻ്റെ കാര്യങ്ങൾ അറിയാത്ത ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഓളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലസിത എന്ന് പറഞ്ഞ സുഹൃത്തിനോട്. കാരണം ഓൾ മുൻകൂട്ടി എന്നോട് കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ പറയും ഇല്ലണേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ തള്ളിക്കളി. പക്ഷെ പിന്നീട് എപ്പോഴൊക്കെയോ ഓൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് ഞാനതവളോട് പറഞ്ഞിട്ടുമുണ്ട്, ഇങ്ങനെ നീ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സൗഹൃദങ്ങൾ നിങ്ങളെപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ ലൈഫ് ലോങ് നമ്മളെ കൂടെ നിൽക്കുന്ന ഉറപ്പുള്ളവരെ മാത്രം കൂടെ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ഞാനിടുന്ന ഈ വീഡിയോ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ യൂട്യൂബ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഒന്നും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഫീസത്ത് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ കുറിച്ച്. ശരിക്കും പറഞ്ഞാൽ ഓരോ സുഹൃത്തുക്കളും എൻ്റെ ഇടയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഓരോ സുഹൃത്തുക്കളും എൻ്റെ ലൈഫിന് അത്രയും വേണ്ടപ്പെട്ടവർ തന്നെയാണ്. ഓരോ ഘട്ടങ്ങളിലായിട്ട് ഓരോ കാര്യങ്ങൾ അത്രയും സ്നേഹത്തോടെ ചെയ്തു നിന്നവരാണ്. അപ്പം ഇവിടെ എനിക്ക് കിട്ടിയത് ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. മുമ്പ് അത്ര വലിയ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ബന്ധം കുറച്ചും കൂടെ ദൃഢമായി. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ അവൾ എനിക്ക് പറഞ്ഞു തരും, അത്രയും സപ്പോർട്ട് ചെയ്യും. ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടാൽ അതിൻ്റെ അടിയിൽ ഫസ്റ്റ് കമൻറ്റ് വരുന്നത് ഓളതാണ്. നമുക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുന്ന സുഹൃത്തുക്കളുണ്ട്. ഞാൻ ഒരിക്കൽ പോലും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നടക്കാറില്ല. അത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പങ്കിടും. കാരണം ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക സുഹൃത്തുക്കളും ഈ പറഞ്ഞ ഇതൊക്കെയായിട്ടൊരു കമ്പയർ ചെയ്ത് നോക്കും, ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ നമ്മളെ അത്രയും മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ടാണെന്ന് മാത്രം ഓർത്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. നമുക്ക് സന്തോഷം വരുമ്പോൾ ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കൂടെ അല്ലേ. പക്ഷെ ഒന്ന് സങ്കടം വരുമ്പോൾ, ഒന്ന് കണ്ണ് നിറയുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അതാരാണോ അവരെ നിങ്ങൾ കൂട്ടിച്ചേർക്കുക. ഒരുപാട് എന്താ പറയണ്ടത്, നമ്മളിങ്ങനെ വ്യൂസ് എല്ലാം സ്റ്റാറ്റസൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു സമയത്തുള്ള ഒരു റൈറ്റപ്പ് മാത്രമേ. പക്ഷെ നമ്മുടെ ലൈഫിലൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലേ, അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കൊരു പ്രയാസം വരുമ്പോൾ, നമ്മളൊന്ന് തളർന്ന് നിൽക്കുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.